ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈ ഐ ചൂസ് ജപ്പാൻ ഫോർ മൈ ഹയർ സ്റ്റഡീസ്. ഞാൻ എന്തുകൊണ്ട് ജപ്പാൻ ചൂസ് ചെയ്തു, ലൈക്ക് ഫോർ മൈ മാസ്റ്റേഴ്സ് ആൻഡ് PhD. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കുഞ്ഞു സ്റ്റോറി പറഞ്ഞുതരാം, എൻ്റെ ലൈക്ക് ഹൗ ഐ റീച്ച് ഹിയർ. അപ്പോൾ ഞാൻ എൻ്റെ 10th ആൻഡ് 12th കംപ്ലീറ്റ് ചെയ്തത് തൃശ്ശൂർ തന്നെയാണ്. എൻ്റെ എഡ്യൂക്കേഷൻ മൊത്തം അവിടെ തന്നെയായിരുന്നു. സെൻറ്റ് പോൾസ് ആൻഡ് സെക്രഡ് ഹാർട്സ് തൃശ്ശൂർ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വണ്ടി വിട്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് എടുത്തത് മിറാണ്ട ഹൗസ് കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ്. അപ്പോൾ അവിടെ 3 കൊല്ലത്തെ പ്രോഗ്രാം ആയിരുന്നു. ആൻഡ് മാർക്ക് ബേസിസിലായിരുന്നു എൻ്റെ ഒരു കാലത്ത് അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ. ഓൾസോ 3 ഇയേഴ്സ് പ്രോഗ്രാം ആയിരുന്നു. ഇവൻ ഓണേഴ്സ് ആണെങ്കിലും അത് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഐ വാസ് ലക്കി ഇനഫ് മൈ ടാക്സ് ഗ്ലോബൽ ലിങ്ക് റിസർച്ച് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയും. ഇറ്റ്സ് എ ഫുള്ളി ഫണ്ടഡ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ അവിടെ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ 3 മന്ത്സ് കാനഡയിൽ എനിക്കൊരു റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു കിട്ടിയത്. അപ്പം അങ്ങനെ 3 മാസത്തോളം ഞാൻ കാനഡയിൽ പോയി വർക്ക് ചെയ്തു. ആ ഒരു ടൈമിൽ എടുത്ത ഡിസിഷനാണ്, എൻ്റെ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ എൻ്റെ PhD ആയിക്കോട്ടെ ഞാൻ അബ്രോഡ് ചെയ്യും. കാരണം അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടിയതിന് ശേഷമാണ് ഓക്കെ അബ്രോഡിൽ എങ്ങനെയാണ് റിസർച്ച് ഫീൽഡിനെ റെസ്പെക്ട് ചെയ്യുന്നതെന്നും ലാബും അതുപോലെ ലാബിലത്തെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ എല്ലാതും ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ആ ഒരു 3 മാസം കൊണ്ടാണ്. സോ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തതാണ് ഞാൻ ഓക്കെ ലൈക്ക് മാസ്റ്റേഴ്സ് അബ്രോഡ് ചെയ്യുമെന്ന്. അങ്ങനെ സെക്കൻഡ് ഇയർ അവസാനത്തോടു കൂടെ ഞാൻ എൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേ സ്ഥലത്ത് കിട്ടി, ലൈക്ക് ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ, ലീഡ്സ്, അങ്ങനെ UK എൻ്റെ മെയിൻ ഫോക്കസ്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ വിസ ലൈക്ക് നല്ല അൺസർട്ടനിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ടിരിക്കുന്നു അവിടെ. പിന്നെ മെയിൻ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് അവിടെ ഇല്ല. അവിടെ സ്കോളർഷിപ്പ് മാസ്റ്റേഴ്സിന് ഇല്ല. അവിടെയും കിട്ടിയത് എനിക്ക് റിസർച്ച് മാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ UK എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ കട്ട് ചെയ്തത്. അത് ഒരു ഹാർഡസ്റ്റ് ഡിസിഷൻ ഓഫ് ഇൻ മൈ ലൈഫാണ്. കാരണം അത്രയും നാൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ആൻഡ് ഇൻ ദി എൻഡ് ഒരു തോറ്റു പോയല്ലോ, എനിക്കൊന്നും എവിടെയും എത്തപ്പെടാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്ന ടൈമിൽ എറാസ്മസിൻ്റെ സ്കോളർഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്തു. അവിടെയും ഞാൻ 2 പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. രണ്ടിനും എനിക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടി. അങ്ങനെ ഇൻ്റർവ്യൂ കോൾ കിട്ടി. ഇതൊക്കെ നടക്കുന്നത് എൻ്റെ സെക്കൻഡ് ഇയർ ടു തേർഡ് ഇയർ ആ ടൈം പീരീഡിലാണ്. അപ്പം ഇൻ്റർവ്യൂ കോൾ കിട്ടിയതിന് ശേഷം ഒരു പ്രോഗ്രാമിന് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റായി. ഒരെണ്ണത്തിൽ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് 3 ഇയേഴ്സ് ആയതുകൊണ്ട് അവർ ഡിസ്ക്വാളിഫൈ ലൈക്ക് റിജക്റ്റ് ആക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് 4 ഇയേഴ്സ് ഓണേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു 4 ഇയേഴ്സ് ആണെന്ന്. അപ്പോൾ 3 ഇയേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ അവരത് എന്നെ റിജക്റ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാം മൊത്തത്തിലെ ഫ്ലോപ്പായി. അങ്ങനെ ഞാൻ തേർഡ് ഇയറിലെത്തി. അപ്പോൾ തേർഡ് ഇയർ എക്സാംസിൻ്റെ ടൈമിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ എൻ്റെ കാനഡയിൽ മീറ്റ് ചെയ്ത ഫ്രണ്ടിനോട് പറയുന്നത്. സോഹം എന്നാണ് പേര്. അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തതാണ് ജപ്പാൻ. അപ്പോൾ ആ ഒരു ടൈം വരെ ഞാൻ ജപ്പാനിനെ അധികം നോക്കിയിട്ടും കൂടിയില്ല. എനിക്കറിയാം ജപ്പാൻ എന്ന് പറയുന്നത് ഹൈലി പ്രോഗ്രസ് സൊസൈറ്റിയാണ്, കൾച്ചറലായിക്കോട്ടെ എല്ലാത്തിലും മുൻപന്തിയിലാണ് ഇവർ. എന്നിരുന്നാലും ആ ഒരു ടൈമിൽ ഞാൻ ചിന്തിക്കാത്തൊരു ഡെസ്റ്റിനേഷൻ കൂടിയായിരുന്നു ജപ്പാൻ. അപ്പോൾ ഇവനോടുള്ള ഡിസ്കഷൻ ലൈക്ക് ഇവനായിട്ടുള്ള ഡിസ്കഷനിലാണ് ഞാൻ ജപ്പാനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇവിടുത്തെ റിസർച്ച് കൾച്ചറിനെ കുറിച്ചായാലും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവനിലൂടെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിസർച്ച് തുടങ്ങി, എങ്ങനെയാണ് ഇവിടുത്തെ അഡ്മിഷൻ സ്കോളർഷിപ്സ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ MEX സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം തീരുമാനമായിരുന്നു, ഞാൻ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലേ അബ്രോഡ് പഠിക്കുകയുള്ളൂ. അതെന്തോ ഒരു എന്തിൻ്റെ ഒരു വാശിപ്പുറത്ത് എടുത്ത തീരുമാനമാണ്. അപ്പോൾ ഞാൻ ആ ഒരു തീരുമാനത്തിന് പുറത്താണ് MEXന് അപ്ലൈ ചെയ്യാൻ നിന്നത്. അങ്ങനെ MEXറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ MEXറ്റ് കിട്ടി. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഓക്കെ. പിന്നെ ജപ്പാൻ ചൂസ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടുത്തെ എഡ്യൂക്കേഷനാണ്. ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും റിസർച്ച് ഫോക്കസ്ഡ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം തിയററ്റിക്കലി പഠിപ്പിക്കലാണ്. പ്രാക്ടിക്കൽസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് പഠിക്കാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് തിയറി വായിച്ച് പഠിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ലൈക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ റിസർച്ച് എന്നു പറയുന്നത് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ അനാലിറ്റിക്കൽ മൈൻഡ് ആയിക്കോട്ടെ, നമ്മുടെ സ്കിൽസ് ആയിക്കോട്ടെ, നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഡെവലപ്പ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈവൻ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, നമ്പർ 1 കോളേജിലാണ് പഠിച്ചത്. എന്നിട്ടും അവിടെയും എനിക്കധികം റിസർച്ച് എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കുറവ് കാരണം ഞാൻ എന്തായാലും ഈ ഒരു ജപ്പാനിൽ ഞാൻ നല്ല മാർക്ക് കൊടുക്കും. കാരണം അവിടുത്തെ റിസർച്ച് കൾച്ചർ ഇറ്റ്സ് ലൈക്ക് സൂപ്പർബ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫണ്ടിങ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. സോ ദർ ആർ മെനി സ്കോളർഷിപ്സ്. അതിൽ MEX എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ MEX ഇറ്റ്സ് ലൈക്ക് എ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ഹിയർ. ഫുള്ളി ഫണ്ടഡ് ആണ്. അങ്ങനെ ലൈക്ക് അണ്ടർ ഗ്രാജുവേറ്റ്, മാസ്റ്റേഴ്സ്, PhD
ഈ 3 ലെവൽസിനും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ജാസ് എന്നുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യുന്നതുണ്ട്. ലൈക്ക് ഇത് രണ്ടും ഗവൺമെൻറ് ബോഡി കൊടുക്കുന്നതാണ്. പിന്നെ പ്രൈവറ്റായിട്ടും അതുപോലെ യൂണിവേഴ്സിറ്റി അവരുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന വേറെ സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇറ്റ്സ് സ്ട്രോങ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ആയിരുന്നു അതർ ഫാക്ടർ. നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് പിന്നെ മറ്റേ UK-യിലും യൂറോപ്പിലൊക്കെ ആണെങ്കിലും എന്താ അത്യാവശ്യം നല്ല കത്തി റേറ്റാണ്. അപ്പോൾ ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ വെസ്റ്റേൺ കൺട്രി ലൈക്ക് അബ്രോഡ് ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ ഇറ്റ്സ് ലൈക്ക് എ വെരി ചീപ്പർ ഓപ്ഷൻ. എനിക്ക് തരുന്ന മെക്സ് സ്കോളർഷിപ്പിൽ തന്നെ എൻ്റെ എല്ലാ ചിലവും തീർത്ത് എനിക്ക് കുറച്ച് സേവിങ്സ് പറ്റുന്നുണ്ട്. സോ അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ദേ ആർ സോ കൈൻഡ് ആൻഡ് സ്വീറ്റ്. ഓൾസോ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും എന്താ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അതുപോലെ കെയർ ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. അതുപോലെ ഇവർ സമാധാനപ്രിയരാണ്. നമ്മുടെ പോലെ നാട്ടിലെ പോലെ ലഹളയൊന്നുമില്ല. എല്ലാം നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. ടോക്കിയോയിൽ കുറച്ച് റഷ് ഉണ്ട്. ടോക്കിയോ ക്യോട്ടോ കുറച്ചുകൂടി ബിസി സിറ്റീസാണ്. പക്ഷെ ഞാൻ നിൽക്കുന്ന ഏരിയ അതായത് ടൊഹോക്കി യൂണിവേഴ്സിറ്റിയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഈ സെൻഡായ് റീജിയൻ ഇറ്റ്സ് വെരി മച്ച് കാം ആൻഡ് ക്വയറ്റ്. ഈ സെൻഡായ് എന്ന് പറയുന്നത് ഗ്രീൻ സിറ്റി ഓഫ് ജപ്പാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാക്ടേഴ്സൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ആൻഡ് ഓൾസോ ഈ ജപ്പാൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇറാസ്മസ് മുണ്ട് സ്കോളർഷിപ്പ് ഓഫർ ലെറ്റർ വന്നു. ബട്ട് സ്റ്റിൽ ഐ ചൂസ് ജപ്പാൻ ബിക്കോസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. പിന്നെ ഇനി എങ്ങാനും PhD ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് എനിക്ക് PhD കണ്ടിന്യൂ ചെയ്യാം മെക്സ് സ്കോളർഷിപ്പ് വെച്ചിട്ട് തന്നെ. അല്ലെങ്കിൽ ഐ ക്യാൻ ഓൾസോ പ്ലാൻ വിത്ത് ഗോയിങ് ഫോർ PhD ഇൻ യൂറോപ്പ്. സോ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കൺട്രി, ലൈക്ക് ഏതെങ്കിലും ഒരു കൺട്രി അല്ല, കുറച്ച് കൺട്രീസ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഓപ്ഷനിൽ വരുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് വൈ ജപ്പാൻ, വൈ ഐ ചൂസ് ജപ്പാൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജപ്പാനിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ പഠിക്കണം, സ്കോളർഷിപ്സിനെ കുറിച്ച് അറിയണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ, ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യൂ. ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.